ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സ്പെഷ്യൽ ഫുഡൊക്കെ പുറത്തു നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് സോസൊക്കെ കൊണ്ടുവരുന്നത് പോലെയുള്ള ഡബ്ബകൾ കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു 5-6 ഡബ്ബയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 6 ഉപയോഗങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു പ്ലാസ്റ്റിക് ഡബ്ബ എന്ന് പറയുന്നത് നല്ല പോലെ ടൈറ്റായിട്ടാണ് കേട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ഡബ്ബ എടുത്തിട്ട് അതിൻ്റെ ലിഡൊന്ന് ഒരു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മാത്രം സ്റ്റോർ ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ ഏലക്ക പോലെയുള്ളതൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒട്ടും അത് കേടാവാതെ ഒരുപാട് നാൾ നമുക്കിത് കീപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലിഡൊക്കെ നല്ല ടൈറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഡബ്ബകളൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാനൊരു കുഞ്ഞ് തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഈ ഒരു കോണൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഷേപ്പൊന്നും ചെയ്തെടുത്തിട്ടില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ എഡ്ജുകൾ കൈവച്ചിട്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെയുള്ള കുഞ്ഞ് ഡബ്ബ എടുത്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ആ ഒരു തെർമോക്കോൾ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. സാരി ചുറ്റുന്നവരായിക്കോട്ടെ അതല്ലെങ്കിൽ ഷാള് ചുറ്റിയിടുന്നവരായിക്കോട്ടെ അവർക്കൊക്കെ എപ്പോഴും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് മഫ്ത പിന്നും സേഫ്റ്റി പിന്നൊക്കെ. ചില സമയത്ത് നമ്മളിതൊക്കെ തിരഞ്ഞ് ഒരുപാട് സമയം വേസ്റ്റായിട്ട് പോവാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഒട്ടും സമയം വേസ്റ്റ് ഇല്ലാതെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ നെക്സ്റ്റ് ടിപ്പ്. അപ്പോൾ ഞാനിത് ആ ഒരു തെർമോക്കോളിലേക്ക് ഞാനിതാ മഫ്ത പിന്ന് ഓരോന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് നമ്മൾ കുത്തി വെക്കുകയാണെങ്കിൽ ആ ഒരു ലിഡ് അടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെരിച്ച് കുത്തി കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ കുത്തി കൊടുക്കുകയാണെങ്കിൽ ഇത് തിരഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഹാൻഡ് ബാഗിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗമുള്ള സമയത്ത് എടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇതുപോലെ തെർമോക്കോളിലൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് അത് തുരുമ്പ് പിടിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു തെർമോക്കോൾ പീസിൽ മാക്സിമം എൻ്റെ കയ്യിലുള്ള എല്ലാ പിന്നും ഞാൻ ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതിൽ മാക്സിമം എൻ്റെ കയ്യിലുള്ള എല്ലാ പിന്നും കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ അടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് തുറന്ന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മാത്രമല്ല ഒരുപാട് സമയം നമ്മൾ ഇതുപോലെയുള്ള മഫ്ത പിന്നൊന്നും തിരഞ്ഞ് ടൈം നമുക്ക് വേസ്റ്റ് ആവുകയില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വേറെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കീപ്പ് ചെയ്യാൻ പോകുന്നത് സാധാരണ ഉള്ള സേഫ്റ്റി പിന്നാണ്. അതിനിടയിൽ 2 സ്കാർഫ് ചുറ്റുന്ന പിന്നും കൂടി പെട്ടിട്ടുണ്ട്. അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സേഫ്റ്റി പിന്നൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പിന്നെ തുരുമ്പിടിച്ച് പോകുമൊന്നുമില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഡബ്ബയും ഇപ്പോൾ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് സേഫ്റ്റി പിന്ന് വെച്ചിട്ടുള്ളതും ഒന്ന് മഫ്ത പിന്ന് വെച്ചിട്ടുള്ളതും. എന്നിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്ന ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ, ഇതുപോലെയുള്ള ഹാൻഡ് ബാഗിൽ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഡബ്ബയൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഞാനൊരു ഡബ്ബ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സാധാരണ ഉപ്പാണ് കേട്ടോ. അപ്പോൾ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ യൂസ് ചെയ്യാം. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡബ്ബയുടെ 3/4 ഭാഗം ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പിൻ്റെ മുകളിലായിട്ട് 5-6 ഗ്രാമ്പു ഞാനിതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഗ്രാമ്പും കൂടി ആ ഒരു ഉപ്പിലേക്ക് കുത്തുന്ന സമയത്ത്. ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അത് ഞാൻ എടുത്തിട്ടുള്ളത് കംഫർട്ടാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം കംഫർട്ട് തന്നെ ഈ ഒരു ഉപ്പിന് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉപ്പും കംഫർട്ടും ഒഴിച്ചിട്ട് നമ്മൾ ബാത്റൂമിലോ അതല്ലെങ്കിൽ മക്കൾ പഠിക്കുന്ന ഭാഗത്ത് അതല്ലെങ്കിൽ നമ്മുടെ അലമാരയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എയർ ഫ്രഷ്നറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ബേർഡ് സ്മെല്ലൊക്കെ പോയി നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ.
ഇനി ഇതിൻ്റെ ലിഡിലൊന്ന് കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പപ്പടക്കോലൊന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു ലിഡിൽ എല്ലാ വശത്തും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരും കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. ഞാനിത് വെച്ച് കൊടുക്കുന്നത് അലമാരയിൽ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുള്ള ഷെൽഫ് ഉണ്ടല്ലോ, മടക്കി വെച്ചിട്ടുള്ള ഷെൽഫ്. അലമാരയൊക്കെ നമ്മളെപ്പോഴും എടുക്കാത്ത ഡ്രസ്സൊക്കെ ഇതുപോലെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന സമയത്ത് ഒരു പൂപ്പൽ സ്മെൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഡ്രസ്സുകൾ എടുക്കുന്ന സമയത്ത് ഡ്രസ്സിനൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്, എന്നാൽ വളരെ റിസൾട്ടുള്ളൊരു ടിപ്പ് കൂടിയാണ്. അലമാരയിൽ മാത്രമല്ല, മക്കൾ പഠിക്കുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ ഇതുപോലെ നമുക്ക് കീപ്പ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബ ഉണ്ടെങ്കിൽ നല്ലൊരു ബ്രഷ് ഹോൾഡറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശത്തായിട്ട് 3 ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പപ്പടക്കോല് ചൂടാക്കിയിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 3 ഹോൾസാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 4 വരെയൊക്കെ നമുക്ക് ഒരൊറ്റ ഡബയിൽ ഹോൾസ് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ 3 മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് പേസ്റ്റ് ചെയ്യാനുള്ള ഗമ്മൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഹോൾസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഗമ്മില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ നേരെ മേലെ ഓപ്പോസിറ്റ് സൈഡിൽ 2 കുഞ്ഞു ഹോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള 3 ഹോൾസും അത്യാവശ്യം വലുതാണ് കേട്ടോ. നമുക്ക് ബ്രഷ് ഇതുപോലെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഹോൾസ് ആയിരിക്കണം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഒന്നൊന്നുമ തൊടാത്ത രീതിയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഹോൾസ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ബ്രഷ് ആ ഒരു ഹോൾസിനുള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പല്ലിയോ പാറ്റയോ അങ്ങനെയുള്ളതൊന്നും നമ്മുടെ ബ്രഷിലേക്ക് ടച്ച് ചെയ്യാത്ത വിധത്തിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ ഗമ്മൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഹോൾസ് ഇട്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ 2 കുഞ്ഞ് ഹോൾസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നൂലൊന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങളുടെ കയ്യിൽ ഗമ്മൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹോൾസിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഇനി ആ കുഞ്ഞു ഹോൾസിൻ്റെ ഉള്ളിലൂടെ നൂലൊന്ന് കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തുണിയുടെ ഒരു കുഞ്ഞു പീസാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കോർത്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ടൈ ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇത് ഹാങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രഷുകൾ ഓരോന്നായിട്ട് ആ ഒരു ഹോൾസിലൂടെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ബ്രഷാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ടൈറ്റായി കൊടുക്കാം. അതിൻ്റെ ലിഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ലിഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പിന്നെ നമ്മൾ തൂക്കിയിടുകയാണെങ്കിൽ പല്ലിയോ പാറ്റയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളൊന്നും വന്നിട്ട് നമ്മുടെ ബ്രഷിലേക്ക് ടച്ച് ചെയ്യില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് എടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. ഞാനൊരു ഡബ്ബ കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് സന്ധ്യാസമയങ്ങളിൽ കൊതുകുതിരിയൊക്കെ യൂസ് ചെയ്യാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ നമുക്കതിനൊരു ഹോൾഡറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ളതില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കത്തിച്ചൊരു കൊതുകുതിരി വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് ബാലൻസ് വന്നിട്ടുള്ളൊരു കൊതുകുതിരിയാണ്. അത് കത്തിച്ചതിന് ശേഷം ആ ഒരു ഹോൾസിനുള്ളിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടേക്കാണോ കൊതുകുതിരി ആവശ്യമുള്ളത് ആ ഒരു വശത്തേക്ക് സേഫായിട്ട് തന്നെ നമുക്കിത് കൊണ്ടുപോകാനും പറ്റും. മാത്രമല്ല പൊള്ളുക അതല്ലെങ്കിൽ കെട്ടുപോവുക ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.